പാല ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പല ട്വിസ്റ്റുകളും പല ചാട്ടങ്ങളും എല്ലാം കണ്ടതാണ് പാലയിൽ LDFിൻ്റെ നേതാവായ ബിജു പാലുപടവൻ ഇപ്പം നിലപാടുകൾ വ്യക്തമാക്കാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആ പഴയ നിലപാടിൽ തന്നെയാണോ? ഞങ്ങൾ നേരത്തെ പറഞ്ഞ നിലപാടിൽ തന്നെ ഈ അവിശ്വാസത്തെ പിന്തുണച്ചവരിൽ അവരൊരു കൂട്ടായ തീരുമാനമെടുത്ത് അവരാരാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരുടെ പാർലമെൻ്ററി പാർട്ടി കൂടി അവരെ അംഗീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതുപ്രകാരം ഞങ്ങൾ അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് മായ രാഘവനെ അവർ പറഞ്ഞു, ഞങ്ങളെ അറിയിച്ചു. അതുകൊണ്ട് ഇന്നലെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ എംപി സ്ഥാനത്ത് പാർലമെൻ്ററി പാർട്ടി കൂടി ആ പാർലമെൻ്ററി പാർട്ടിയിൽ മായ രാഘവനെ ഞങ്ങളും അംഗീകരിക്കാനുണ്ടായി. ഇപ്പം ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും കൂടെ ഉള്ളൊരു തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ആരെങ്കിലും നിർത്തുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഞാൻ വൈസ് ചെയർമാൻ സ്ഥാനം ചോദിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു തീരുമാനം പറയുമ്പോൾ അത് നമ്മൾ ഇപ്പം നടത്തിയ പ്രക്രിയ പോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി കൂടിയേ തീരുമാനിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇപ്പം ഒരു വിമത കൗൺസിലർ കൂടെ ഉണ്ടായിരുന്നു, അവരിപ്പം മറുപക്ഷത്തേക്ക് പോയി. എന്തായിരുന്നു കാരണമൊന്നും വല്ല വ്യക്തതയുണ്ടോ? അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അവർക്ക് ടേം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ആദ്യ ടൈം ആരെടുക്കും തമ്മിൽ ചെറിയ തർക്കം വന്നു. അപ്പം ആദ്യ ടൈം മായ രാഘവനെ അവരെ നിർദ്ദേശിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അവർ പോയി എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. പക്ഷേ ഞങ്ങൾ അവരോട് ഉറപ്പ് പറഞ്ഞിരുന്നു, ആദ്യ ടൈം കിട്ടുന്നില്ലെങ്കിൽ തന്നെ രണ്ടാം ടൈം ഞങ്ങൾ ഉറപ്പാക്കുമെന്ന് ഞങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവർ ആദ്യ ടേം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം മായ രാഹുലിനല്ലാതെ ഇനി മറ്റാരെങ്കിലും രണ്ടാമതൊരു ടേം അങ്ങനെ എന്തെങ്കിലും ആലോചനയിലുണ്ടോ? അല്ല, അതിനെപ്പറ്റി ഒന്നും അവർ സംസാരിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ച് ആദ്യം മായ രാഹുലിൻ്റെ ഇത് പറഞ്ഞു, മായ രാഹുലിൻ്റെ ടേം വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. മറ്റു കാര്യങ്ങളോ ഒന്നും അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഇനിയും മറ്റ് കൗൺസിലർമാർ, ഇപ്പോൾ വിവിധ കൗൺസിലർമാർ ഇപ്പോൾ കൂടെ ഉണ്ട്. ഇപ്പം ഒരു കൗൺസിലർ പോയെന്ന് പറയുന്നു. ബാക്കി കൗൺസിലർമാർക്കും അങ്ങനെ എന്തെങ്കിലും വിയോജിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു കാരണവശാലും നമ്മളെ സംബന്ധിച്ച് 14 പേര് മതി. 17 പേരുണ്ടായിരുന്നു. ഒരാൾ താൽക്കാലികമായി ഇപ്പം മാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അത് എങ്കിലും ഞങ്ങൾക്ക് 16 പേര് ഉറച്ചു തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇനി വരാൻ പോകുന്ന 19 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും LDFിൻ്റെ പിന്തുണയോടുകൂടി ഒരു ഭരണസമിതിയെ പ്രതീക്ഷിക്കാമല്ലേ? 100% വിജയിക്കും. ഞങ്ങൾ ഭരണത്തിൽ വരും. അതായത് മായ രാഘവൽ ഭരണത്തിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിലപാടുകൾ വ്യക്തമാക്കിയായിരുന്നു ബിജു പാലുപടവൻ. LDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി 19 തിരഞ്ഞെടുക്കപ്പെടുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. ക്യാമറമാൻ അനന്തു സുരേഷിനൊപ്പം ജ്യോതിഷ് മോഹനൻ, മീഡിയ 1, കോട്ടയം.